വത്തിക്കാനിൽ സുപ്രധാന നിയമനം നടത്തി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിലെ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയുടെ തലവനായി റോമിലെ വികാരി ജനറൽ കർദിനാൾ ആഞ്ചലോ ഡി ഡൊണാറ്റിസിനെ മാർപ്പാപ്പ നിയമിച്ചു. കരുണയുടെ കോടതി എന്നാണ് അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി അറിയപ്പെടുന്നത്. 70 വയസ്സുള്ള കർദിനാൾ ഡൊണാറ്റിസ് 2017 മുതൽ റോം രൂപതയുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു വരികയായിരുന്നു. അതേസമയം റോമിലെ മാർപ്പാപ്പയുടെ വികാരി ജനറലായി മറ്റാരെയും നിയമിച്ചിട്ടില്ല. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി തസ്തികയിൽ നിന്ന് വിരമിക്കുന്ന കർദിനാൾ മൗറോ പിയാൻസയുടെ പിൻഗാമിയായാണ് കർദിനാൾ ഡൊണാറ്റിസ് എത്തുന്നത്. പാപമോചനം, ദണ്ഡവിമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും പഠിക്കാനും മാർപ്പാപ്പയ്ക്ക് മുന്നിൽ വിഷയം അവതരിപ്പിക്കാനും റോമൻ കൂരിയായുടെ കീഴിലുള്ള അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയുടെ ഡിക്കാസ്ട്രിക്കാണ് ഉത്തരവാദിത്തം. 2017 റോമിലെ വികാരിയായി ഫാദർ ഡൊണാറ്റിസിനെ നിയമിച്ചതോടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം കർദിനാൾ അല്ലാത്ത റോമിന്റെ വികാരി ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷം 2018 ജൂണിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളാക്കി ഉയർത്തിയത്. റോം രൂപതയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവരുന്ന പ്രധാന പരിഷ്കാരത്തിലെ ഏറ്റവും പുതിയ മാറ്റമാണ് കർദിനാൾ ഡൊണാറ്റിസിന്റെ ചുമതല മാറ്റം. റോമിലെ വികാരിയുടെ ദൗത്യമേഖലകൾ ലഘൂകരിക്കുകയും റോമിലെ ബിഷപ്പ് എന്ന നിലയിൽ മാർപ്പാപ്പയുടെ ഔപചാരിക നിയന്ത്രണത്തിൽ രൂപതാ സംവിധാനം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന കൽപ്പന കഴിഞ്ഞ വർഷം മാർപ്പാപ്പ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം റോം രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പ ഇടവക അജപാലന സന്ദർശനം പുനരാരംഭിച്ചിരുന്നു. റോം രൂപതയിലെ വടക്കു കിഴക്കുള്ള കാസൽ മൊണസ്തേരോ പ്രദേശത്തെ വിശുദ്ധ എൻറിക്കോയുടെ നാമത്തിലുള്ള ഇടവക കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ചു. ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന 35 വൈദികരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. പഴയ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കാതെ അനേകരെ സമീപിക്കുന്നതിനുള്ള വഴികൾ വെട്ടിത്തുറക്കലാണിതെന്ന് പാപ്പ വ്യക്തമാക്കിയിരുന്നു.